ഓഫാവുന്നില്ലടാ. പൊട്ടൻ കളിക്കാൻ ജോസ് ഓഫ് ചെയ്യണത്. എന്നാ ഉണ്ടാക്കണ ബുദ്ധിമാനെ പൊട്ടൻ നിന്റെ അച്ഛൻ മാറ്റണ കൈ. ഹാർമോണിയം വൈകാതെ ആരെങ്കിലും ഒന്ന് ഓഫ് ചെയ്യണം. ഓഫാക്കാൻ പറ്റില്ലടാ. അതന്നെ ഞാനും പറഞ്ഞു ഓഫാക്കാൻ പറ്റുന്നില്ല. ഈടാ ഒരു വീഡിയോ ചെല്ലേ കേട്ടത്. ഇടയിൽ തോക്കായിട്ട് ഇറങ്ങിയിട്ടുണ്ടാവും. ആരുടെ സൂപ്പർമാനെ വരുന്നത് ഓഫ് ചെയ്യണത്. ഇത് തിന്നല്ല കിരിക്കട ഇപ്പൊ കിട്ടണം നിനക്ക്. പാട്ട് ഓഫ് ചെയ്യണം. വിളിച്ചത് നിന്നെയാ. എന്നെയും ഓഫാക്കി തന്റെ പൊന്നു പുണ്യാണ്. പുണ്യാളുടെ പണി. ജോസഫ് പൊട്ടനായിട്ട് അഭിനയിക്കണം. അവന്റെ ചെലങ്ക തേങ്ങ പട്ടി ഭഗവാന്റെ വീട് കൂടി ചാവും. ഇത് അങ്ങേരുടെ വീടിന്റെ കയ്യാലക്കകത്തൂടെ തന്നെ കുത്തിക്കയറ്റണം അല്ലെ? അല്ലാതെ നീയൊക്കെ പാട്ട് വെച്ചെന്നെ അല്ലോ ഒറ്റ കീറും. നീര് രാവിലെ തന്നെ കേറിണ്ട് തോന്നുന്നു. ഒടിയന്റെ മാനല്ലേ, എവിടെ എപ്പ കാണുന്നു പറയാൻ പറ്റില്ല. ഈ വാറ്റ് ഞാൻ നിർത്തും. നീ ഒലത്തും, ഞാൻ ഒറ്റും. ചോണയുണ്ടോ ഒറ്റടാ? ചുമ്മാ അല്ല പോലീസുകാർ നാട് മുഴുവൻ തപ്പിട്ട് കാണാഞ്ഞത്. ഇതിന്റെ മേളിൽ ഒളിപ്പിച്ച് വെച്ചിരിക്കുവായിരുന്നല്ലേ. ഞങ്ങളും കുറെ തപ്പി. നീ അറിഞ്ഞോ? റായുടെ ഉള്ളിൽ കൂടെ റായേരിയ അത് ആയി. അത് ശരിയാണല്ലോടാ. അങ്ങനെ റായെ കൂട്ടി റാ കൂട്ടി എഴുതിയാൽ നീ എന്നെ ആകർഷിച്ചു. ചിട്ടിയുടെ കാശടിച്ചോ? ഇതാ കുഴപ്പം. വല്ല മരത്തിന്റെ മുകളിൽ ഇരുന്നാ മതിയായിരുന്നു. എന്തേ? അന്ന് നമ്മൾ ഓടി വന്ന രാത്രി നീ ഓർക്കാറുണ്ടോ വനജെ? അയ്യടാ, ഈ വയസ്സാങ്കലത്തിൽ ഓടി വന്ന രാത്രി കൊച്ചിരിക്കുന്നു. ഞാനൊന്നും പറയുന്നില്ല. എടി, പഴകും തോറും വീഞ്ഞിന്റെ വീര്യം കൂടുവാണ്. അതുപോലാണ് ഈ പ്രണയവും. അതാണ് ഈ രാജന്റെ പോളിസി. അച്ഛന്റെ പേര് നീറുന്നല്ല. നീർ നിന്റെ തന്ത. അച്ഛനും മോനും കൂടെ പേര് പറഞ്ഞ് കളിക്കേ. എനിക്ക് അടുക്കളയിൽ 100 കൂട്ടം പണിയുണ്ട്. അങ്ങനെ പോലെ നിക്ക്. വെളുക്കുമ്പോ കുളിക്കുവാൻ പോകുന്ന വഴിവക്കില് വെളിക്ക് നിന്നവളേ നിന്നിട്ട് അച്ഛനൊരു കിളിക്കൂട് കണ്ടടാ മോനെ. ഓ, കിളിക്കൂട് കാണേ ഉള്ളൂ, കിളിയെന്ന് കിട്ടില്ല. ഏത് കിളിയാച്ചാ? കാക്ക. അപ്പൊ കാക്കൊരു കിളിയാണോ? ചില സമയങ്ങളിൽ കാക്കയും ഒരു കിളിയാകും. ഓ, അത് ശരി.